നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ളവരും നിങ്ങളെ വിശ്വസിക്കും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിലോ ആരും തന്നെ നിങ്ങളെ വിശ്വസിക്കുകയില്ല. നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പഠനം തുടങ്ങൂ. PSC എന്ന ഈ കടമ്പ വളരെ മനോഹരമായി കൊണ്ട് കടന്ന് നല്ല ഒരു ജോലി നേടൂ. ഇതാ നിങ്ങൾക്കുള്ള ഇംഗ്ലീഷ് ക്ലാസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ. ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗാണ്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ വിൽ ഇറ്റ്, ഓപ്ഷൻ ബി വോണ്ട് ഇറ്റ്, ഓപ്ഷൻ സി വിൽ ദേ, ഓപ്ഷൻ ഡി വോണ്ട് ദേ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ ഡാഷ്. വിൽ ഇറ്റ്, വോണ്ട് ഇറ്റ്, വിൽ ദേ, വോണ്ട് ദേ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വോണ്ട് ഇറ്റ് എന്നുള്ളതാണ്. വോണ്ട് ഇറ്റ്. ഓപ്ഷൻ ബി വോണ്ട് ഇറ്റ്. ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ വോണ്ട് ഇറ്റ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, യു ലുക്ക് വെരി ടയേർഡ്, യു ഹാഡ് ബെറ്റർ ഡാഷ്. യു ലുക്ക് വെരി ടയേർഡ്, യു ഹാഡ് ബെറ്റർ ഡാഷ്. ഹാഡ് ബെറ്ററിൻ്റെ ഒരു യൂസേജ് ആണ്. ഓപ്ഷൻ എ ടു ടേക്ക് റെസ്റ്റ്, ഓപ്ഷൻ ബി ടുക്ക് റെസ്റ്റ്, ഓപ്ഷൻ സി ടേക്ക് റെസ്റ്റ്, ഓപ്ഷൻ ഡി ടേക്കിംഗ് റെസ്റ്റ്. ടു ടേക്ക് റെസ്റ്റ്, ടുക്ക് റെസ്റ്റ്, ടേക്ക് റെസ്റ്റ്, ടേക്കിംഗ് റെസ്റ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? യു ഹാഡ് ബെറ്ററിൻ്റെ യൂസേജ് ഒരുപാട് PSC എക്സാമിൽ വന്നതാണ്. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടാൽ അതിലുണ്ട് യു ഹാഡ് ബെറ്ററിൻ്റെ യൂസേജ്. ഏതാണ് ഇവിടെ ആൻസർ? ഓപ്ഷൻ സി ടേക്ക് റെസ്റ്റ് എന്നുള്ളതാണ്. യു ലുക്ക് വെരി ടയേർഡ്, യു ഹാഡ് ബെറ്റർ, ടേക്ക് റെസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ. അതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കണില്ല, കാരണം ഇതിൻ്റെ മുമ്പ് നമ്മൾ ഒരുപാട് തവണ അത് പറഞ്ഞതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് യു ഇൻവൈറ്റ് മീ ഡാഷ്. ഇഫ് യു ഇൻവൈറ്റ് മീ ഡാഷ്. ഓപ്ഷൻ എ ഐ വിൽ കം, ഓപ്ഷൻ ബി ഐ വുഡ് കം, ഓപ്ഷൻ സി ഐ വുഡ് ഹാവ് കം, ഓപ്ഷൻ ഡി ഐ വുഡ് കെയിം. ഇഫ് യു ഇൻവൈറ്റ് മീ ഡാഷ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഐ വിൽ കം എന്നുള്ളതാണ്. ഐ വിൽ കം. ഇഫ് യു ഇൻവൈറ്റ് മീ ഐ വിൽ കം. ഇഫ് ക്ലോസിൻ്റെ യൂസേജ് ആണ്. അത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ഇൻവൈറ്റ് മീ ഐ വിൽ കം. ഓക്കെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. യു വിൽ ബി സിക്ക്, യു വിൽ ബി സിക്ക് അൺലെസ് യു ഡാഷ്. യു വിൽ ബി സിക്ക് അൺലെസ് യു ഡാഷ്. ഓപ്ഷൻ എ വിൽ സ്റ്റോപ്പ് സ്മോക്കിംഗ്, സ്റ്റോപ്പ്ഡ് സ്മോക്കിംഗ്, വിൽ സ്റ്റോപ്പ് സ്മോക്ക്, സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സ്റ്റോപ്പ് സ്മോക്കിംഗ്. യു വിൽ ബി സിക്ക് അൺലെസ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഓക്കെ. യു വിൽ ബി സിക്ക് അൺലെസ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഇവിടെ അൺലെസ് എന്നുള്ളത് ഈഫ് നോട്ട്. ഈഫ് നോട്ട് വന്നാൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? അതുപോലെ തന്നെയാണ് അൺലെസ്സും. ഓക്കെ. ഇതിന് മുമ്പ് അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചാനലിൽ കയറി നോക്കുക, മുമ്പത്തെ ക്ലാസ്സൊക്കെ നോക്കുക. ഫിഫ്ത്ത് വൺ, യു ആർ ഡ്രൈവിംഗ് മീ നെറ്റ്സ്. യു ആർ ഡ്രൈവിംഗ് മീ നെറ്റ്സ് മീൻസ് എന്താണ് ഇതിൻ്റെ അർത്ഥം? യു ആർ ഡ്രൈവിംഗ് മീ നെറ്റ്സ് എന്നതിൻ്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ യു ആർ ഡ്രൈവിംഗ് ഈസിലി, ഓപ്ഷൻ ബി യു ആർ ആൻ എഫിഷ്യൻറ്റ് ഡ്രൈവർ, ഓപ്ഷൻ സി യു മേക്ക് മീ ക്രേസി, ഓപ്ഷൻ ഡി യു മേക്ക് മീ ഹാപ്പി. ഏതാണ് കറക്റ്റ് ആൻസർ? യു ആർ ഡ്രൈവിംഗ് മീ നെറ്റ്സ് എന്നതിൻ്റെ കറക്റ്റ് മീനിങ് ഏതാണ്? ഓപ്ഷൻ ഓപ്ഷൻ സി യു മേക്ക് മീ ക്രേസി. യു മേക്ക് മീ ക്രേസി എന്നുള്ളതാണ് യു ആർ ഡ്രൈവിംഗ് മീ നെറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്. യു ആർ മേക്ക് മീ ക്രേസി. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഫീൽ ബ്ലൂ. ഫീൽ ബ്ലൂ മീൻസ് എന്താണ് ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ? എന്താണ് ഫീൽ ബ്ലൂ എന്നതിൻ്റെ മീനിങ്? ഓപ്ഷൻ എ ഫീൽ സാഡ്, ഓപ്ഷൻ ബി ടു ടയേർഡ്, ഓപ്ഷൻ സി ഫീൽ ലോൺലി, ഓപ്ഷൻ ഡി ഫീൽ ഹാപ്പി. ഫീൽ സാഡ്, ടു ടയേർഡ്, ഫീൽ ലോൺലി, ഫീൽ ഹാപ്പി. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫീൽ സാഡ് എന്നുള്ളത്. ഫീൽ ബ്ലൂ, ബ്ലൂ എന്ന് പറഞ്ഞാൽ തന്നെ സാഡ്, വിഷമത്തിനെ പറയുന്നൊരു വാക്കാണ് ബ്ലൂ. അപ്പോൾ ഫീൽ ബ്ലൂ, ഫീൽ സാഡ്. ഓക്കെ. സെവൻത്ത് ക്വസ്റ്റ്യൻ, വേർഡ്സ് ആർ ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ, ഫ്രെയിം സെൻറ്റൻസസ് 7 to 8. അതായത് വേർഡ്സ് ഡിസോർഡറിലാണ് തന്നിട്ടുള്ളത്, അതിനെ നമ്മൾ ഓർഡർ ആക്കുക. ബ്ലാക്ക്, ഷീ, ലവ്ലി, ഈസ്, വുമൺ, ബ്രിട്ടീഷ്, എ. ബ്ലാക്ക് എന്നുള്ളത് ഒരു വാക്ക്, ഷീ, ലവ്ലി, ഈസ്, വുമൺ, ബ്രിട്ടീഷ്, എ. ഇതിനെ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക? എങ്ങനെ കിട്ടും?
ബ്രിട്ടീഷ് ലവ്ലി ബ്ലാക്ക് ഈസ് എ വുമൺ കിട്ടുമോ? ഷീ ഈസ് എ ലവ്ലി ബ്ലാക്ക് ബ്രിട്ടീഷ് വുമൺ കിട്ടുമോ? ഷീ ഈസ് ബ്ലാക്ക് ലവ്ലി ബ്രിട്ടീഷ് വുമൺ കിട്ടുമോ? ഷീ ഈസ് ബ്രിട്ടീഷ് ലവ്ലി ബ്ലാക്ക് വുമൺ എന്നുള്ളത് കിട്ടുമോ? ഇത് നമുക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അല്ലേ? സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വായിച്ചാൽ തന്നെ ഇതിനെ നമുക്ക് മനസ്സിലാകും. ഏതാണ് ഇവിടെ ആൻസർ? ഓപ്ഷൻ ബി, ഷീ ഈസ് എ ലവ്ലി ബ്ലാക്ക് ബ്രിട്ടീഷ് വുമൺ. ഷീ ഈസ് എ ലവ്ലി ബ്ലാക്ക് ബ്രിട്ടീഷ് വുമൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അവോയ്ഡ് ആൻഡ് പ്ലാസ്റ്റിക് സേവ് എർത്ത് അവർ പ്ലീസ്. അവോയ്ഡ് ആൻഡ് പ്ലാസ്റ്റിക് സേവ് എർത്ത് അവർ പ്ലീസ്. ഇതിനെ നമ്മൾ ഓർഡറിലാക്കണം. എങ്ങനെ ഓർഡറിലാക്കും? അവോയ്ഡ് പ്ലീസ് പ്ലാസ്റ്റിക് ആൻഡ് സേവ് അവർ എർത്ത് ആണോ? അവോയ്ഡ് പ്ലാസ്റ്റിക് സേവ് അവർ എർത്ത് ആൻഡ് പ്ലീസ് ആണോ? പ്ലീസ് പ്ലാസ്റ്റിക് അവോയ്ഡ് ആൻഡ് സേവ് അവർ എർത്ത് ആണോ? പ്ലീസ് അവോയ്ഡ് പ്ലാസ്റ്റിക് ആൻഡ് സേവ് അവർ എർത്ത് ആണോ? ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാലേ ഏതാണ്? ഓപ്ഷൻ ഡി, പ്ലീസ് അവോയ്ഡ് പ്ലാസ്റ്റിക് ആൻഡ് സേവ് അവർ എർത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 9 to 12. 9 മുതൽ 12 വരെയുള്ളത് ഫില്ല് ചെയ്യുക. ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. 9th ക്വസ്റ്റ്യൻ, I will meet you dash 10 AM. I will meet you dash 10 AM. ഓപ്ഷൻ എ അറ്റ്, ഓപ്ഷൻ ബി ഇൻ, ഓപ്ഷൻ സി ഓൺ, ഓപ്ഷൻ ഡി ഫോർ. അറ്റ്, ഇന്ന്, ഓണ്, ഫോർ ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ എ അറ്റ് എന്നുള്ളതാണ്. നമ്മൾ സമയത്തിന് മുമ്പ് അറ്റ് വെക്കും. ഐ വിൽ മീറ്റ് യു അറ്റ് 10 AM എന്നുള്ളത്. ഓക്കെ, ഐ വിൽ മീറ്റ് യു അറ്റ് 10 AM. ഓക്കെ, അടുത്തത് 10th ക്വസ്റ്റ്യൻ. വി ആൾവേസ് റീഡിങ് ന്യൂസ് പേപ്പർ. വി ഓൾവേസ് റീഡിങ് ന്യൂസ് പേപ്പർ ഡാഷ് ദ മോർണിംഗ്. ഓഫ്, ഓൺ, ഇൻ, അറ്റ്. ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മൾക്ക് കോമൺ ആയിട്ട് പറയുന്ന വാക്കാണ് അല്ലേ? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി, ഇൻ ദ മോർണിംഗ്. വി ആൾവേസ് റീഡിങ് ന്യൂസ് പേപ്പർ ഇൻ ദി മോർണിംഗ്. അടുത്ത 11th ക്വസ്റ്റ്യൻ. അമേരിക്ക ഈസ് ഡാഷ് റിച്ചസ്റ്റ് കൺട്രി. അമേരിക്ക ഈസ് ഡാഷ് റിച്ചസ്റ്റ് കൺട്രി. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ദ, ഓപ്ഷൻ ബി എ, ഓപ്ഷൻ സി ആൻഡ്, ഓപ്ഷൻ ഡി ദാറ്റ്. ദ, എ ആൻഡ് ദാറ്റ്. ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. റിച്ചസ്റ്റ് അല്ലേ? സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ എന്ത് വരും? ദ എന്നുള്ള ആർട്ടിക്കിൾ വരും. അപ്പോൾ അമേരിക്ക ഈസ് ദ റിച്ചസ്റ്റ് കൺട്രി. ഓപ്ഷൻ എ ദ എന്നുള്ളതാണ് ആൻസർ. അമേരിക്ക ഈസ് ദ റിച്ചസ്റ്റ് കൺട്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ. 12. ശ്രീലങ്ക ഈസ് ഡാഷ് ഐലൻഡ്. ശ്രീലങ്ക ഈസ് ഡാഷ് ഐലൻഡ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻഡ്, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി ഫോർ. ഏതാണ് കറക്റ്റ് ആൻസർ? ശ്രീലങ്ക ഈസ് ഡാഷ് ഐലൻഡ്. ആർട്ടിക്കിൾ തന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ആൻ എന്നുള്ളതാണ്. ശ്രീലങ്ക ഈസ് ആൻ ഐലൻഡ്. ഓപ്ഷൻ ബി, ശ്രീലങ്ക ഈസ് ആൻ ഐലൻഡ്. നെക്സ്റ്റ്, യൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം 13 to 15. 13 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യന് കറക്റ്റ് ടെൻസ് ഫോം വെച്ച് ഫില്ല് ചെയ്യുക. 13ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ഐ ഫിനിഷ്ഡ് ദി എക്സാം ദ ട്രെയിൻ ഡാഷ്. വെൻ ഐ ഫിനിഷ്ഡ് ദി എക്സാം ദ ട്രെയിൻ ഡാഷ്. ഓപ്ഷൻ എ ഹാസ് ലെഫ്റ്റ്, ഓപ്ഷൻ ബി ലെഫ്റ്റ്, ഓപ്ഷൻ സി ഈസ് ലിവിങ്, ഓപ്ഷൻ ഡി ഹാഡ് ലെഫ്റ്റ്. ഹാസ് ലെഫ്റ്റ്, ലെഫ്റ്റ്, ഈസ് ലിവിങ്, ഹാഡ് ലെഫ്റ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ഹാഡ് ലെഫ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. വെൻ ഐ ഫിനിഷ്ഡ് ദി എക്സാം ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് തവണ PSC ആവർത്തിച്ച് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഹാഡ് ലെഫ്റ്റിൻ്റെ ഈ യൂസേജ്. ഓക്കെ, ഓപ്ഷൻ ഡി ഹാഡ് ലെഫ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ഇംഗ്ലീഷ് ഫോർ 10 years. ഐ ഡാഷ് ഇംഗ്ലീഷ് ഫോർ 10 years. ഹാസ് ബീൻ സ്റ്റഡിയിങ്, ഹാഡ് ബീൻ സ്റ്റഡിയിങ്, ഹാവ് ബീൻ സ്റ്റഡിയിങ്, സ്റ്റഡീഡ്. ഹാസ് ബീൻ സ്റ്റഡിയിങ്, ഹാഡ് ബീൻ സ്റ്റഡിയിങ്, ഹാവ് ബീൻ സ്റ്റഡിയിങ്, സ്റ്റഡീഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ സി ഹാവ് ബീൻ സ്റ്റഡിയിങ്. ഇവിടെ ഫോർ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. ഫോറും സിൻസും വന്നു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടും 90% പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലായിരിക്കും ഉപയോഗിക്കുക. ഇവിടെ ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ്. ഓപ്ഷൻ സി ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 10 years. ഓക്കെ, അടുത്ത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ദ എർത്ത് ഡാഷ് അറൗണ്ട് ദി സൺ.
ദ എർത്ത് ഡാഷ് അറൗണ്ട് ദി സൺ. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ദ എർത്ത് ഡാഷ് അറൗണ്ട് ദി സൺ. ഓപ്ഷൻ എ ഈസ് റൊട്ടേറ്റിംഗ്, ഓപ്ഷൻ ബി റൊട്ടേറ്റ്സ്, ഓപ്ഷൻ സി റൊട്ടേറ്റ്, ഓപ്ഷൻ ഡി റൊട്ടേറ്റിംഗ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? ഏതാണ്? ഓപ്ഷൻ ബി റൊട്ടേറ്റ്സ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി റൊട്ടേറ്റ്സ്. ദ എർത്ത് റൊട്ടേറ്റ്സ് അറൗണ്ട് ദി സൺ. എർത്ത് എന്നുള്ളത് സിംഗുലർ ആണ്, അതുകൊണ്ട് റൊട്ടേറ്റ്സ് അല്ലേ, ഒരു സയൻറ്റിഫിക് ട്രൂത്താണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്, അതുകൊണ്ട് നമ്മളിതിനെ റൊട്ടേറ്റ്സ് അറൗണ്ട് ദി സൺ എന്ന് ഉപയോഗിച്ചു. നെക്സ്റ്റ് നോക്കാം. കംപ്ലീറ്റ് ദ sentences using suitable relative pronouns. Complete the sentences using suitable relative pronouns 16 to 17. ഓക്കെ, റിലേറ്റീവ് പ്രോണൗൺ വെച്ച് ഫില്ല് ചെയ്യാനുള്ളതാണ്. നോക്കാം നമുക്ക്. I know the man dash inaugurated the function. I know the man dash inaugurated the function. Who, whom, whose, which. Who, whom, whose, which. ഏതാണ് ഇവിടെ കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്? ഏതാണ്? ഓപ്ഷൻ എ ഹൂ എന്നുള്ളതാണ് അല്ലേ. ഡാഷിന് ശേഷം ഒരു വെർബാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വെർബാണെങ്കിൽ നമ്മൾ ഹൂ എന്ന് ഉപയോഗിക്കും. ഐ നോ ദ മാൻ ഹൂ ഇനാഗുറേറ്റഡ് ദി ഫങ്ഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഐ നോ ദ മാൻ ഹൂ ഇനാഗുറേറ്റഡ് ദി ഫങ്ഷൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ 17. ഹീ നോസ് ദ സബ്ജക്റ്റ്. ഹീ നോസ് ദ സബ്ജക്റ്റ് ഡാഷ് ഈസ് ഡിഫിക്കൽട്ട്. He knows the subject dash is difficult. He knows the subject dash is difficult. He knows the subject dash is difficult. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി വിച്ച് എന്നുള്ളതാണ്. ഹീ നോസ് ദ സബ്ജക്റ്റ് വിച്ച് ഈസ് ഡിഫിക്കൽട്ട്. ഇവിടെ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വിച്ച് ഈസ് ഡിഫിക്കൽട്ട് അല്ലേ. ഈസ് ഓക്സിലറി വെർബാണ്, പക്ഷേ ഇവിടെ മനുഷ്യനെ കുറിച്ചല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദ സബ്ജക്റ്റ് വിച്ച് ഈസ് ഡിഫിക്കൽട്ട്. ഓക്കെ, 18th ക്വസ്റ്റ്യൻ. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഡാഷ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കുക. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഡാഷ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഐ വുഡ് കം, ഐ വുഡ് ഹാഡ് കം, ഐ വിൽ കം, ഐ വുഡ് ഹാവ് കം. ഏതാണ് കറക്റ്റ് ആൻസർ? 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഡാഷ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ഡി ഐ വുഡ് ഹാവ് കം എന്നുള്ളതാണ്. ഹാഡ് പ്ലസ് V3 ഹാഡ് ഇൻവൈറ്റഡ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വുഡ്, കുഡ്, ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഓക്കെ, ഇവിടെ ഐ വുഡ് ഹാവ് കം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് കം. ഇഫ് ക്ലോസ് ആണ്. അടുത്ത് നോക്കാം. യൂസ് കറക്റ്റ് ഫ്രേസൽ വെർബ് ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ്സ് 19 to 21. ദ ഓൾഡ് മാൻ മെറ്റ് ഹിസ് എനിമി യെസ്റ്റർഡേ. ദ ഓൾഡ് മാൻ മെറ്റ് ഹിസ് എനിമി യെസ്റ്റർഡേ. ഇവിടെ മെറ്റ് എന്നത് ബൈ ചാൻസിൽ കണ്ടുമുട്ടി. പഴയ ആളെ എനിമീനെ, അയാളെ ശത്രുവിനെ ഇന്നലെ കണ്ടുമുട്ടി. ഓപ്ഷൻ എ പുട്ട് അക്രോസ്, ഓപ്ഷൻ ബി പുട്ട് ഓഫ്, ഓപ്ഷൻ സി പുട്ട് ഓൺ, ഓപ്ഷൻ ഡി കെയിം അക്രോസ്. ഏതാണ് കറക്റ്റ് ആൻസർ? അതായത് കണ്ടുമുട്ടുക, മെറ്റ് കണ്ടുമുട്ടി എന്നുള്ളതിൻ്റെ സെയിം ഫ്രേസൽ വെർബ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കെയിം അക്രോസ് എന്നുള്ളതാണ്. കെയിം അക്രോസ്. ദ ഓൾഡ് മാൻ കെയിം അക്രോസ് ഹിസ് എനിമി യെസ്റ്റർഡേ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? വെയർ, ധരിക്കുക എന്നുള്ളതാണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക എന്നുള്ളതാണ്. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കെയിം അക്രോസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മെറ്റ് എന്നതിൻ്റെ ആൻസർ കെയിം അക്രോസ്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടീച്ചർ കുഡ് നോട്ട് ടോളറേറ്റ് ദ ഡിസ്റ്റർബിംഗ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി സ്റ്റുഡൻറ്റ്. ദ ടീച്ചർ കുഡ് നോട്ട് ടോളറേറ്റ് ദ ഡിസ്റ്റർബിംഗ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി സ്റ്റുഡൻറ്റ്. ഇവിടെ ടോളറേറ്റ് എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ടോളറേറ്റ് എന്നുള്ളതിൻ്റെ കറക്റ്റ് ഫ്രേസൽ വെർബ് എന്താണ്? ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ സഹിക്കുക അല്ലേ. ഓപ്ഷൻ എ പുട്ട് അസൈഡ്, ഓപ്ഷൻ ബി പുട്ട് അപ്പ് വിത്ത്, ഓപ്ഷൻ സി പുട്ട് ത്രൂ, ഓപ്ഷൻ ഡി ഗെറ്റ് ഡൗൺ. കറക്റ്റ് ആൻസർ നിങ്ങൾക്കറിയാം. പുട്ടിൻ്റെ ഒരു ഫ്രേസൽ വെർബ് ഞാൻ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ക്ലാസ്സിലിട്ടതാണ്. അത് പഠിക്കാനുള്ള സൂത്രവാക്യം ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ടോളറേറ്റ്, സഹിക്കുക, ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി പുട്ട് അപ്പ് വിത്ത് എന്നുള്ളതാണ്. പുട്ട് അപ്പ് വിത്ത്. ദ ടീച്ചർ കുഡ് നോട്ട് ടോളറേറ്റ്
അല്ലെങ്കിൽ ദ ടീച്ചർ കുഡ് നോട്ട് പുട്ട് അപ്പ് വിത്ത് ദ ഡിസ്റ്റർബിംഗ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി സ്റ്റുഡൻറ്റ്. ഓക്കെ, ഓപ്ഷൻ ബി പുട്ട് അപ്പ് വിത്ത്. 21ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്ട്രേഞ്ചർ വോർ ഹിസ് ഷർട്ട് ആൻഡ് സ്റ്റാർട്ടഡ് ഹിസ് ജേണി. അല്ലേ, വോർ എന്ന് പറഞ്ഞാൽ ധരിക്കുക നമുക്കറിയാം, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഏതായിരിക്കും? പുട്ട് ഓൺ, പുട്ട് ഇൻ, പുട്ട് അപ്പ്, ഗോ ഓൺ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, പുട്ട് ഓൺ. വെയർ, വോർ എന്നല്ല പാസ്റ്റാണ്. അപ്പോൾ പുട്ട് ഓൺ ധരിക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, പുട്ട് ഓൺ. ദ സ്ട്രേഞ്ചർ പുട്ട് ഓൺ ഹിസ് ഷർട്ട് ആൻഡ് സ്റ്റാർട്ടഡ് ഹിസ് ജേണി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. 22 to 24, 22 മുതൽ 24 വരെ കറക്റ്റ് സ്പെല്ലിംഗ് നോക്കുക. 22, മൊസ്കിറ്റോ, 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 മൊസ്കിറ്റോ. എന്താണ് മൊസ്കിറ്റോൻ്റെ കറക്റ്റ് സ്പെല്ലിങ്? ഓപ്ഷൻ എ ആണ്, MOSQUITO. മൊസ്കിറ്റോ, MOSQUITO. ഓക്കെ, അടുത്ത് നോക്കാം. 23, അനോണിമസ്, 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 അനോണിമസ്. അനോണിമസ് എന്നതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, അനോണിമസ്. ANONYMOUS. എ നോൺ, എ നോൺ വൈ. പിന്നെ മൗസ് എന്നതിൻ്റെ MOUS, ഈ വേണ്ട. ഓക്കെ, എ നോൺ വൈ മൗസ്. ഓക്കെ, അനോണിമസ്. 24th, 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 24, കോമ്പറ്റീഷൻ, 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 കോമ്പറ്റീഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, കോമ്പറ്റീഷൻ. COMP, കോമ്പ്, ETITION, കോമ്പറ്റീഷൻ. ഓക്കെ, കോമ്പറ്റീഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ചേഞ്ച് ആക്റ്റീവ് വോയിസ് ഇൻ ടു പാസീവ് വോയിസ്. ചേഞ്ച് ആക്റ്റീവ് വോയിസ് ഇൻ ടു പാസീവ് വോയിസ്. 25th to 26, 25 മുതൽ 26 വരെ. 25ാമത്തെ ക്വസ്റ്റ്യൻ. മിസ്റ്റർ ജോൺ മെയ്ഡ് ദ കേജ്. മിസ്റ്റർ ജോൺ മെയ്ഡ് ദ കേജ്. അത് ആക്റ്റീവ് വോയിസ് ആണ്. അതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റണം. പാസീവിലേക്ക് മാറ്റുക എങ്ങനെയെന്നുള്ളത് നമ്മളെ ക്ലാസ്സിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് കാണുക. ഇവിടെ ഏതാണ് ആൻസർ? ദ കേജ് ഈസ് മെയ്ഡ് ബൈ മിസ്റ്റർ ജോൺ. The cage was made by Mr. John. The cage is making by Mr. John. The cage will be made by Mr. John. ഏതാണ് കറക്റ്റ് ആൻസർ? 25th ക്വസ്റ്റ്യൻ, 25ാമത്തെ ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. The cage was made by Mr. John. The cage was made by Mr. John. കാരണം നമുക്ക് തന്നിട്ടുള്ള ആക്റ്റീവ് വോയിസ് തന്നെ സിമ്പിൾ പാസ്റ്റിലാണ്. അപ്പോൾ അതിനെ വാസ് മെയ്ഡ് എന്നാക്കി നമ്മൾ എഴുതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 26th, ഹീസ് റൈറ്റിംഗ് എ സ്റ്റോറി. ഹീസ് റൈറ്റിംഗ് എ സ്റ്റോറി. ഓപ്ഷൻ എ, എ സ്റ്റോറി ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. എ സ്റ്റോറി വാസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. എ സ്റ്റോറി ഈസ് റിട്ടൺ റൈറ്റിംഗ് ബൈ ഹിം. എ സ്റ്റോറി വാസ് റൈറ്റിംഗ് ബൈ ഹിം. റൈറ്റിംഗ് എന്നുള്ളത് കണ്ടിന്യൂസിൽ എപ്പോഴും എന്ത് വരും? ബീയിങ് എന്നുള്ള വാക്ക് വരും. അതാദ്യം മനസ്സിലാക്കുക. ബീയിങ്. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് പ്രസൻറ്റിലാണ്. അപ്പോൾ പ്രസൻറ്റിൽ തന്നെ ആയിരിക്കും പാസീവ് വോയിസും. ഇവിടെ അങ്ങനെയുള്ളത് ഏതാണ്? ബീയിങ്ങും പാസീവ് വോയിസ് ഓക്സിലറി വെർബും ഉള്ളത് പ്രസൻറ്റിൽ. ഓപ്ഷൻ എ ആണ് അല്ലേ? എ സ്റ്റോറി ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. എ സ്റ്റോറി ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. റീഡ് ദ ഡയലോഗ് ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. 27 to 28. മിസ്റ്റർ സ്റ്റീഫൻ, വാട്ട് ഡിഡ് യു ഡു? വാട്ട് ഡിഡ് യു ഡു? അപ്പോൾ മിസ്റ്റർ രാജ് പറയാണ്, ഐ ഗേവ് എ കംപ്ലൈൻറ്റ് ടു ദ പോലീസ്. ഐ ഗേവ് എ കംപ്ലൈൻറ്റ് ടു ദ പോലീസ്. ക്വസ്റ്റ്യൻ ഇതാണ്. മിസ്റ്റർ സ്റ്റീഫൻ ആസ്ക്ഡ് മിസ്റ്റർ രാജ്. ഇതൊരു ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഫോമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നോക്കാം? മിസ്റ്റർ സ്റ്റീഫൻ ആസ്ക്ഡ് മിസ്റ്റർ രാജ്. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക? വാട്ട് ഹി ഈസ് ഡൂയിങ്, വാട്ട് ഡിഡ് യു ഡു, വാട്ട് ഹി ഹാഡ് ഡൺ, വാട്ട് ഹി ഹാസ് ഡൺ. ഇവിടെ കറക്റ്റ് ആൻസർ വരിക, 27ാമത്തിൻ്റെ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, വാട്ട് ഹി ഹാഡ് ഡൺ എന്നുള്ളത്. വാട്ട് ഡിഡ് യു ഡു അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ അതിനെ
ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആകും. അത് തന്നെയാണ് ഇവിടെയും. വാട്ട് ഹി ഹാഡ് ഡൺ. ഓക്കെ, അടുത്തത് മിസ്റ്റർ രാജ് റിപ്ലൈഡ് ദാറ്റ്. മിസ്റ്റർ രാജ് അതിന് മറുപടി കൊടുത്തു. ദാറ്റ് കൂട്ടിച്ചേർത്തു. ദാറ്റ് എന്നുള്ള വാക്കുകൊണ്ട് കൂട്ടിച്ചേർത്തു. ഏതാണ് കറക്റ്റ് ആൻസർ? I had given a complaint to the police. He had given a complaint to the police. He gave a complaint to the police. He has given a complaint to the police. 28ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹി ഹാഡ് ഗിവൺ എ കംപ്ലൈൻറ്റ് ടു ദ പോലീസ് അല്ലേ. മിസ്റ്റർ രാജ് റിപ്ലൈഡ് ദാറ്റ്. മിസ്റ്റർ രാജ് മറുപടി പറഞ്ഞു. എങ്ങനെ? അദ്ദേഹം ഒരു കംപ്ലൈൻറ്റ് പോലീസിന് കൊടുത്തിട്ടുണ്ടെന്ന്. ഹി ഹാഡ് ഗിവൺ എ കംപ്ലൈൻറ്റ് ടു ദ പോലീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 29. വാട്ട് ഈസ് ദി വൺ വേർഡ് ഓഫ് ദ ഫ്രേസ് ഈസി ടു റീഡ്? ഈസി ടു റീഡ് എന്നതിൻ്റെ വൺ വേർഡ് ഫ്രേസ് എന്താണ്? ഏതാണ്? എഡിബിൾ, എപ്പിക്, ലെജിബിൾ, ഇൻക്രെഡിബിൾ. ഏതാണ് അർത്ഥം? നിങ്ങൾക്കറിയാം, അത് കണ്ടാൽ തന്നെ അറിയാം. ഏതാണ്? യെസ്, 29 ഓപ്ഷൻ സി ലെജിബിൾ എന്നുള്ളതാണ്. ലെജിബിൾ, ഈസി ടു റീഡ്, ലെജിബിൾ. 30ാമത്തെ ക്വസ്റ്റ്യൻ. ദ പീകോക്ക് ഡാൻസസ് ഗ്രേസ്ഫുള്ളി. പിക്ക് ഔട്ട് ദ ആഡ്വർബ്. ദ പീകോക്ക് ഡാൻസസ് ഗ്രേസ്ഫുള്ളി. ഇതിൽ ആഡ്വർബ് ഏതാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സെൻറ്റൻസ് ഇതാണ്. ദ പീകോക്ക് ഡാൻസസ് ഗ്രേസ്ഫുള്ളി. ഏതാണ്? അതായത് വെർബിനെ, ആഡ്വർബ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ വെർബ്, വെർബിനെ കുറിച്ച് പറയുന്ന സംഭവം. ഏതാണ്? പീകോക്ക് ഡാൻസസ്. പീകോക്ക് ഡാൻസ് ചെയ്തു. എങ്ങനെ ഡാൻസ്? ഇവിടെ ഡാൻസ് എന്നുള്ളതാണ് വെർബ്. എങ്ങനെ ഡാൻസ് ചെയ്തു പീകോക്ക്? ഗ്രേസ്ഫുള്ളി, മനോഹരമായിട്ട്, വർണ്ണാഭമായിട്ട് അല്ലേ. അപ്പോൾ എന്തായിരിക്കും കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ പീകോക്ക് ഡാൻസസ് ദ ഗ്രേസ്ഫുള്ളി. ഓപ്ഷൻ ഡി ഗ്രേസ്ഫുള്ളി എന്നുള്ളതാണ് അല്ലേ ആഡ്വർബ്. അപ്പോൾ ആഡ്വർബ് എന്താണെന്ന് അറിയണം, അഡ്ജക്റ്റീവ് എന്താണെന്ന് അറിയണം, വെർബ് എന്താണെന്നെല്ലാം അറിയണം. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് തോന്നും, എങ്കിലും ഒരു മാർക്ക് അതിനും കിട്ടും. ദ പീകോക്ക് ഡാൻസസ് ഗ്രേസ്ഫുള്ളി. ഇവിടെ ഗ്രേസ്ഫുള്ളി എന്നുള്ളതാണ് ആഡ്വർബ്, വെർബ് ഡാൻസസ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31. ദ സ്റ്റുഡൻസ് ഡാഷ് ഫൗണ്ട് ടു ബി ഫ്രീ. ദ സ്റ്റുഡൻസ് ഡാഷ് ഫൗണ്ട് ടു ബി ഫ്രീ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫോം ഓഫ് ബി. ബി ഫോമിൻ്റെ കറക്റ്റ് ഫോം വെച്ചുകൂടെ ഫില്ല് ചെയ്യുക. ദ സ്റ്റുഡൻസ് ഡാഷ് ഫൗണ്ട്. ഏതാണ്? ദ സ്റ്റുഡൻസ് ഒന്നിലധികം ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ ഏതായിരിക്കും വരിക? ബീയിങ്, ബീൻ, വേർ, വാസ്. ഒന്നും നോക്കണ്ട, വേർ എന്നുള്ളത് തന്നെയാണ്. ദ സ്റ്റുഡൻസ് വേർ ഫൗണ്ട് ടു ബി ഫ്രീ. ഓപ്ഷൻ സി വേർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഈ പാസേജ് വായിച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് ആൻസർ താഴത്ത് നിങ്ങൾ എഴുതുക. ഓക്കെ, താഴത്തുനിന്ന് കണ്ടുപിടിക്കുക ആൻസർ. പാസേജ് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, ഓപ്ഷൻ തരും, അതിൻ്റെ ആൻസർ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പോഴും നിങ്ങൾക്കത് കണ്ടുപിടിക്കാനൊരു ആഗ്രഹം ഉണ്ടാകുള്ളൂ. അതായത് ജസ്റ്റ് വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് അവസാനം പിൻ ചെയ്തിലേക്ക് വരിക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വേർ ഡിഡ് ദ ഗെയിം ക്രിക്കറ്റ് ബിഗിൻ? വേർ ഡിഡ് ദ ഗെയിം ക്രിക്കറ്റ് ബിഗിൻ? ഇന്ത്യ, ഇംഗ്ലണ്ട്, USA, ഫ്രാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ 33. പിക്ക് ഔട്ട് എ വൺ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഈറ്റ് ഗ്രാസ് ഇൻ എ ഫീൽഡ്. ഈറ്റ് ഗ്രാസ് ഇൻ എ ഫീൽഡ് എന്നതിൻ്റെ വൺ വേർഡ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ പാസേജിലുണ്ട്. അത് ഇൻവെൻ്റ് ആണോ, ബിലീവ് ആണോ, ഗ്രേസ് ആണോ, ലംബാണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ഇൻവെൻറ്റ്? ഇൻവെൻറ്റ് എന്നതിൻ്റെ ആൻ്റണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ് എന്താ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഇമിറ്റേറ്റ്, ഓപ്ഷൻ ബി ഇമാജിൻ, ഓപ്ഷൻ സി ഫൈൻഡ് ഔട്ട്, ഓപ്ഷൻ ഡി ഫോർജ്. കറക്റ്റ് ആൻസർ കണ്ടെത്തുക. അടുത്ത 35. വിച്ച് ഈസ് ദ ഏർലിയസ്റ്റ് റിട്ടൺ റെഫറൻസ് ടു ദി ഗെയിം ക്രിക്കറ്റ്? വിച്ച് ഈസ് ദ ഏർലിയസ്റ്റ് റിട്ടൺ റെഫറൻസ് ടു ദ ഗെയിം ക്രിക്കറ്റ്? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ചിൽഡ്രൻ ഗെയിം, ഓപ്ഷൻ സി വിക്കറ്റ്, ഓപ്ഷൻ ഡി ലംബ്. കറക്റ്റ് ആൻസർ നിങ്ങൾ കണ്ടെത്തുക. 36. പിക്ക് ഔട്ട് ദ പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബ് ബിഗാൻ. പിക്ക് ഔട്ട് ദ പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബ് ബിഗാൻ. ബിഗാൻ എന്നതിൻ്റെ പ്രസൻറ്റ് ഫോം എന്താണെന്നുള്ളതാണ്. ബിഗാൻ, ഈസ്, ബിഗിൻ, ബിഗിനിങ്, ബിഗിൻ. ഓക്കെ. 37.
A small group of men is waiting in a queue. A small group of men is waiting in a queue outside the bakery. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കറക്റ്റ് ആൻസർ ചെയ്ത് അല്ലെങ്കിൽ അതിലേതാണോ ഓപ്ഷൻ വരുന്നത് ഉപയോഗിക്കുക. എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് മെൻ ഈസ് വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദ ബേക്കറി. ഓപ്ഷൻ എ വെയിറ്റഡ്, ഓപ്ഷൻ ബി വെയിറ്റ്സ്, ഓപ്ഷൻ സി ആർ വെയിറ്റിംഗ്, ഓപ്ഷൻ ഡി ഈസ് വെയിറ്റിംഗ്. എന്തെങ്കിലും മാറ്റം വേണോ? മാറ്റം വേണമെങ്കിൽ മാറ്റം വരുത്തുക, മാറ്റം വേണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ആൻസർ ഉണ്ടോ അത് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന ഈസ് വെയിറ്റിംഗ് മാറ്റാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓപ്ഷനിലും ഓപ്ഷൻ ഡി ഈസ് വെയിറ്റിംഗ് ആണ്. മാറ്റമൊന്നുമില്ലെങ്കിൽ ഓപ്ഷൻ ഡി എഴുതാം. ഏതായിരിക്കും ഇവിടെ? യെസ്, ഇവിടെ മാറ്റമൊന്നുമില്ല. ഓപ്ഷൻ ഡി ഈസ് വെയിറ്റിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഈസ് വെയിറ്റിംഗ്. ഓക്കെ, അടുത്ത 38ാമത്തെ വിമൻ കുക്സ് ഫുഡ് ഇൻ ദെയർ കിച്ചൺ. വിമൻ കുക്സ് ഫുഡ് ഇൻ ദെയർ കിച്ചൺ. ഓപ്ഷൻ എ കുക്ക്, ഓപ്ഷൻ ബി കുക്കിംഗ്, ഓപ്ഷൻ സി ഈസ് കുക്കിംഗ്, ഓപ്ഷൻ ഡി ഹാസ് കുക്കിംഗ്. എന്താണ് ഇവിടെ വേണ്ടത്? വിമൻ. വിമൻ കുക്സ്. കുക്സ് എന്നുള്ളത് സിംഗുലർ ആണ് അല്ലേ? ഇവിടെ ഒരിക്കലും സിംഗുലർ ചേരില്ല. അപ്പോൾ എന്ത് മതി? കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ വിമൻ കുക്ക്. ഓപ്ഷൻ എ കുക്ക്. വിമൻ കുക്ക് ഫുഡ് ഇൻ ദെയർ കിച്ചൺ എന്ന് മതി. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 39. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി. പഞ്ച്വേറ്റ് ദ സെൻറ്റൻസ്. ഈ സെൻറ്റൻസിന് നമ്മൾ പഞ്ച്വേഷൻ കൊടുക്കുക. എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് എഴുതുക? ഫുൾ സ്റ്റോപ്പ്, ക്യാപിറ്റൽ, ഫുൾ ഇൻവെർട്ടർ കോമൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് എഴുതുക, പഞ്ച്വേറ്റ് ചെയ്ത് എഴുതുക. ഓപ്ഷൻ എ ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി, ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി, ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി, ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ പേരൊക്കെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം? ക്യാപിറ്റൽ ലെറ്റർ വേണം അല്ലേ? അപ്പോൾ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും. അപ്പോൾ ഇവിടെ എയും സിയും നമുക്ക് ഒഴിവാക്കാം അല്ലേ? പിന്നുള്ളത് ബിയും ഡിയും ആണ്. അപ്പോൾ ഇന്ത്യ ശരിയാക്കണം. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് അല്ലേ? പിന്നെ ഗ്രേറ്റിന് എന്ത് വേണം? ക്യാപിറ്റൽ ലെറ്റർ വേണോ? വേണ്ട, കാരണം ഗ്രേറ്റ് ഒരു പ്രോപ്പർ നൗണൊന്നുമല്ല. അപ്പോൾ ഗ്രേറ്റിന് ക്യാപിറ്റൽ ലെറ്റർ വേണ്ട. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി. അവസാനം ഫുൾ സ്റ്റോപ്പ്. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. I want to dash the Prime Minister today. Fill in the blank with the correct option. I want to dash the Prime Minister today. Fill in the blank with the correct option. Option A met, option is meeting, option C meets, option D meet. Met is meeting, meets meet. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മീറ്റ് എന്നുള്ളതാണ്. I want to meet the Prime Minister today. I want to meet the Prime Minister today. മെറ്റ് പാസ്റ്റ് ആണ്, ഈസ് മീറ്റിംഗ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, മീറ്റ്സ് എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പോൾ ഇവിടെ മീറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 40 ക്വസ്റ്റ്യൻ. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പാസേജ് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ശരിയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി നോക്കുക. ഇത് 2020 11/1 കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 സെക്രട്ടേറിയറ്റ് PSC ആൻഡ് യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, PSC നടത്തിയ PSCൻ്റെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ 11/1/2020 ചോദിച്ച 40 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2020 ചോദിച്ചതാണ്. ഓക്കെ.